അത് ഈ 10-മല്ല, നേരെ മറിച്ച് 3 വയസ്സും 1 ദിവസവുമാണ്. യാക്കോബിന്റെയും ഏശാവിന്റെയും മാതാപിതാക്കളായ ഇസ്ഹാക്കും റബേക്കയും അവർ തമ്മിൽ വിവാഹം നടക്കുമ്പോൾ ഇസ്ഹാക്കിന് 40 വയസ്സും റബേക്കയ്ക്ക് 3 വയസ്സുമായിരുന്നു എന്നാണ് റബ്ബി റാഷി അഥവാ യഹൂദ പണ്ഡിതന്മാർ അവരുടെ തനാക്കിന്റെ അല്ലെങ്കിൽ ബൈബിളിലെ പഴയ നിയമം എന്ന് പറയുന്ന ആ ഭാഗത്തിന് അവർ നൽകിയ ട്രാൻസ്ലേഷനിലും അവരുടെ കമന്ററിയിലും അവർ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മാത്രമല്ല ധാരാളം പണ്ഡിതന്മാർ ഇത് തന്നെ ആവർത്തിച്ചു പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ ഉടനീളം യഹൂദന്മാർ 3 വയസ്സായിരുന്നു അവരുടെ ഏറ്റവും മിനിമം വിവാഹപ്രായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റബ്ബി റാഷിയുടെ കമന്ററിയിൽ ജനസിസ് അഥവാ ഉൽപ്പത്തി 25:20 കമന്ററിയിൽ കാണാം. ദിസ് മേക്സ് Isaac 37 years old and at that time Rebecca was born. ഇസ്ഹാക്കിന് 37 വയസ്സുണ്ടായിരുന്ന സമയത്ത് റബേക്ക ജനിച്ചു. He waited for her. അദ്ദേഹം അവൾക്ക് വേണ്ടി കാത്തിരുന്നു until she would be fit for marital relations. അവള് വിവാഹപ്രായമാകുന്നതിലേക്ക് വളരുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു. ആ പ്രായം എത്ര? 3 years and then married her. 3 വയസ്സ് വരെ അദ്ദേഹം കാത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം അവരെ വിവാഹം കഴിച്ചു. ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ജോഹാൻ ബക്സ്റ്റോഫ് എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം ഈ റബ്ബി റാഷിയുടെ ഈ പുസ്തകത്തിലെ കമന്ററിയെ കുറിച്ചിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ റബ്ബാനിക് ലിറ്ററേച്ചർ ഓർ ദ ട്രഡീഷൻസ് ഓഫ് ദി ജൂസ് കണ്ടെയ്ൻഡ് ഇൻ ദെയർ തൽമൂദ് ആൻഡ് അതർ മിസ്റ്റിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് says that Rebecca when she was married to Isaac was but 3 years of age. വെറും 3 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയും ആ പുസ്തകത്തിന് വിശദീകരിക്കുന്നു 37 വയസ്സായ ഇസ്ഹാക്കിനാകുന്ന സമയത്തായിരുന്നു റബേക്ക ജനിച്ചത്. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു, 3 വർഷം കാത്തിരുന്നു. അങ്ങനെ അദ്ദേഹം ആ റബേക്കയെ ഭാര്യയായി സ്വീകരിച്ചു. എന്നിട്ട് അതിന്റെ കമന്ററി ആയിട്ട് അദ്ദേഹം പറയുന്നു, അക്കോർഡിംഗ് ടു ദിസ് അക്കൗണ്ട് റബേക്ക വാസ് വെരി നോട്ടബിൾ ഗേൾ അറ്റ് 3 years of age. 3 വയസ്സിൽ അവര് വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഗേളായിരുന്നു. ബട്ട് ദാറ്റ് എ ഗേൾ ഓഫ് 3 years old is fit for marriage is maintained very plainly in the Jewish writings എന്ന് പറഞ്ഞപ്പോൾ, അതായത് യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ച ജോഹാൻ ബക്സ്റ്റോഫ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, യഹൂദന്മാരുടെ തൽമൂദുകളിലും അവരുടെ പുസ്തകങ്ങളിലും എല്ലാം തന്നെ വളരെ വിശദമായി കൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങളിൽ 3 വയസ്സും വിവാഹത്തിന് ഫിറ്റാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ അടുത്തൊരു പണ്ഡിതനാണ് ഡാനിയൽ മാറ്റ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ സോഹാർ എന്ന് പറയുന്ന പുസ്തകത്തിലും അദ്ദേഹം ആവർത്തിക്കുന്നത് കാണാം. ധാരാളം യഹൂദ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. She was 3 years old when he embraced her, the youngest legal age of female can be married. റബേക്കയുടെയും ഇസ്ഹാക്കിന്റെയും വിവാഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന ആ സ്ഥലത്ത് എഴുതിയിരിക്കുന്നു, വെറും 3 വയസ്സു മാത്രമേ ആ സമയത്ത് റബേക്കയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എഴുതുന്നു. അടുത്തത് ജേക്കബ് ന്യൂസ്നർ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഒരു അമേരിക്കൻ സ്കോളറാണ്. ജൂദായിസത്തെ കുറിച്ചിട്ട്, അതായത് യഹൂദ മതത്തെ കുറിച്ച് വളരെ ഡെപ്തിൽ പഠിക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകം ദ കമ്പാരിറ്റീവ് ഹെർമെനൂട്ടിക്സ് ഓഫ് റബ്ബാനിക് ജൂദായിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതുന്നു, എ ഗേൾ 3 years and 1 day is betrothed by intercourse. അതായത് പൂർണ്ണമായ വിവാഹത്തിലേക്ക് 3 വയസ്സുള്ള യഹൂദ സ്ത്രീക്ക് പ്രവേശിക്കാമായിരുന്നു എന്ന് എഴുതുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമായ എ ഹിസ്റ്ററി ഓഫ് ദി മിഷ്നായിക് ലോ ഓഫ് പ്യൂരിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വീണ്ടും ഈ കാര്യം തന്നെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയിട്ടുള്ള ഹെർബർട്ട് ഡാൻബി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ദ മിഷ്ന ട്രാൻസ്ലേറ്റഡ് ഫ്രം ദി ഹീബ്രു വിത്ത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, എ ഗേൾ 3 years old and 1 day, 3 വയസ്സും 1 ദിവസവും പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവേശിക്കാം എന്ന് പറയുന്നു. മറ്റൊരു പണ്ഡിതനായിട്ടുള്ള എഡ്വേർഡ് ഹെൻറി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ സോൾവിംഗ് ദ മിസ്റ്ററി ഓഫ് ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഓർത്തഡോക്സ് ജൂദായിസം ഹാസ് എ വെരി പെർമിസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സെക്ഷുവൽ ഡീവിയൻസ്. എന്നിട്ട് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇവരുടെ തൽമൂദിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇറ്റ് ഈസ് പെർമിറ്റഡ് ടു ഹാവ് സെക്ഷുവൽ ഇന്റർകോഴ്സ് വിത്ത് എ ഗേൾ 3 years and 1 day old. 3 വയസ്സും 1 ദിവസവും പ്രായമുള്ള പെൺകുട്ടികളുമായിട്ട് വിവാഹ ജീവിതം ആരംഭിക്കാൻ അവരുടെ മതഗ്രന്ഥങ്ങൾ അഥവാ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി പണ്ഡിതന്മാർ അവർക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നു.
വീണ്ടും ധാരാളം ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, when a grown up man has intercourse with a little girl, it is nothing for when the girl is less than 3 years old. ഇനി 3 വയസ്സിൽ കുറവാണെങ്കിൽ പോലും അതൊരു പ്രശ്നമായിട്ട് അവർ കണ്ടിരുന്നില്ല എന്ന് കാണും. മറ്റൊരു പണ്ഡിതൻ പ്രൊഫസർ ജോഷുവ എ ഫോഗൽ എന്ന് പറയുന്ന വ്യക്തിത്വം, റീഡിംഗ് ട്രാക്ടേറ്റ് അബോദ സാറ ഓഫ് ദി ബാബിലോണിയൻ തൽമൂദ്, യഹൂദന്മാരുടെ തൽമൂദുകൾ പ്രധാനപ്പെട്ട ബാബിലോണിയൻ തൽമൂദിൽ അദ്ദേഹം പറയുന്നു, ആൺകുട്ടികൾക്ക് 9 വയസ്സും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് 3 വയസ്സുമായിരുന്നു വിവാഹപ്രായം എന്ന് വിശദീകരിക്കുന്നത് കാണാം. മറ്റൊരു പണ്ഡിതൻ റോബിൻ ഗ്രിൽ അദ്ദേഹത്തിന്റെ പേരന്റിംഗ് ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം യഹൂദ ചരിത്രത്തെ കുറിച്ച് പറയുന്നു, യമൻ ദി ഏൻഷ്യന്റ് ഹീബ്രൂസ് betrothal by sexual intercourse was permitted with girls aged 3 years and a day, and marriage for girls was actually recommended at 12 years of age. യഹൂദന്മാരുടെ ഇടയിൽ പൂർണ്ണമായ വിവാഹത്തിലേക്ക് കടക്കാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നു 3 വയസ്സും 1 ദിവസവും ഉണ്ടായിരുന്നുവെങ്കിൽ. എന്നാൽ കോമൺ ആയിട്ട് അവിടെ നടന്നിരുന്നത് 12-ാം വയസ്സിലായിരുന്നു. അതേപോലെ മറ്റൊരു വ്യക്തിത്വമായ മേരി ഡി യങ് അവരുടെ ദ സെക്ഷൽ വിക്ടിമൈസേഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ എഴുതുന്നത്, Rush states that the Talmud teaches that a girl of 3 years and 1 day could be betrothed through an act of sexual intercourse. അഥവാ 3 വയസ്സും 1 ദിവസവും പ്രായമുള്ള പെൺകുട്ടിയുമായിട്ട് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു യഹൂദന്മാർക്ക് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. മറ്റൊരു പണ്ഡിതനായ പ്രൊഫസർ ഗെസ വർമസ് അദ്ദേഹത്തിന്റെ ദ ചേഞ്ചിങ് ഫേസസ് ഓഫ് ജീസസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്, To understand these statements, we must remember that in the intertestamental and early rabbinic age, pre-puberty marriage was generally permitted. അഥവാ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിമാരും ഒക്കെ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതായത് ഒരു പെൺകുട്ടി പ്യൂബർട്ടി ആകുന്നതിന് മുമ്പ് അഥവാ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കാൻ അവർക്ക് അനുവദിച്ചിരുന്നു എന്ന് കാണാം. അതേപോലെ തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ബൈ ജി ജോഹനസ് ബോട്ടർവർക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്, ഗേൾസ് കുഡ് ഇൻ ഫാക്ട് already be given marriage long before actual physical maturity, perhaps even as young as 5 years old. അഥവാ 5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവർ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ ശാരീരിക വളർച്ച വിവാഹത്തിന് അവരൊരു തടസ്സമായി കണ്ടിരുന്നില്ല എന്ന് കാണാം. അതേപോലെ തന്നെ എൻസൈക്ലോപീഡിയ ഓഫ് ദി ജൂയിഷ് ഡയസ്പോറ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രൊഫസർ മാർക്ക് എർലിക് അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. മൈനർ ഗേൾസ് were betrothed by their fathers, അഥവാ അവരുടെ മൈനറായിട്ടുള്ള പെൺകുട്ടികളെ അവരുടെ പിതാക്കന്മാർ വിവാഹം നിശ്ചയം ചെയ്യിക്കുമായിരുന്നു. And usually began living with their husbands occasionally much older than them at age of puberty. അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവരെക്കാട്ടിലും വളരെയധികം പ്രായക്കൂടുതലുള്ള പുരുഷന്മാരുമായിട്ട് അവര് ജീവിതം ആരംഭിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാം. മറ്റൊരു പണ്ഡിതനായ റബ്ബി ഐസക് ലീൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഗൈഡ് ടു ജൂയിഷ് റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, മുമ്പ് ശൈശവ വിവാഹം വളരെ കോമൺ ആയിരുന്നു. അതേപോലെ തന്നെ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് പ്രായം പ്രശ്നമേ ആയിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതേപോലെ ഗോർഡൻ ബെൻഹാം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്കോളറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇതേപോലെ പ്യൂബർട്ടിക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ പ്യൂബർട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായം യഹൂദന്മാരുടെ നിലനിന്നിരുന്നു എന്ന് കാണും. അതേപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റീവൻ ലൗവൻസ്റ്റീൻ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജൂയിഷ് ഹിസ്റ്ററിയെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം എഴുതുന്നു, ഇൻ ദ മിഡിൽ ഏജസ് the age at marriage seems to have been around puberty throughout the Jewish world. യഹൂദന്മാരുടെ ലോകത്ത് ഉടനീളം അവരുടെ പ്രായം വിവാഹത്തിന് അവർ തെരഞ്ഞെടുത്തിരുന്ന പ്രായം എന്നത് ആ 9 വയസ്സ് 10 വയസ്സ് തുടങ്ങിയിട്ടുള്ള ആ സമയത്തായിരുന്നു. അതേപോലെ കെൻ ബ്ലാഡി എന്ന് പറയുന്ന പണ്ഡിതൻ ജൂയിഷ് കമ്മ്യൂണിറ്റീസ് ഇൻ എക്സോട്ടിക് പ്ലേസസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു, പേർഷ്യൻ ജൂസ് മാരീഡ് ഓഫ് their children very early, boys at 10 or 12 and girls at very tender age of 6 or 7. അവര് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചിരുന്നത് 6 or 7 വയസ്സിലായിരുന്നു എന്ന് കാണാം. അതേപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു, ഇറ്റ് വാസ് കോമൺ ഫോർ എ പ്രീ-പ്യൂബർസെന്റ് girl to marry a man who was old enough to be her grandfather. ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്ന ആ പുരുഷന്
ചിലപ്പോൾ അവളുടെ മുത്തച്ഛനാകാനുള്ള പ്രായം വരെ ഉണ്ടായിരുന്നു. ഈ പഠനങ്ങളെല്ലാം വളരെ വ്യക്തമാക്കുന്ന, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്നത്, ബൈബിളിലെ റബേക്കയുടെയും ഇസ്ഹാക്കിന്റെയും ചരിത്രം പഠിച്ച യഹൂദ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ അവർ മനസ്സിലാക്കിയിരുന്ന ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എന്നത് 3 വയസ്സും 1 ദിവസവുമായിരുന്നു. എന്ന് മാത്രമല്ല, അവർ ചരിത്രത്തിലുടനീളം നൂറ്റാണ്ടുകളോളം അവർ ഈ രീതിയിൽ തന്നെ അവർ ജീവിച്ചിരുന്ന നാടുകളിൽ പ്രായപൂർത്തി എത്തുന്നതിന്, അഥവാ 9 വയസ്സൊക്കെ ആകുന്നതിന് വളരെ മുമ്പ് തന്നെ അവരുടെ ഇടയിൽ വിവാഹം വളരെ വ്യാപകമായി നടന്നിരുന്നു. അങ്ങനെ അവർ വിവാഹം കഴിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആ പെൺകുട്ടിയെക്കാട്ടിലും വളരെയധികം പ്രായക്കൂടുതലുള്ള ആളിനെ ആയിരിക്കും അവർ വിവാഹത്തിനായി തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ചുരുക്കത്തിൽ ഇങ്ങനെ ലോകത്ത് സ്ത്രീകളുടെ വിവാഹപ്രായം കുറച്ചതിൽ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിനോ അല്ലെങ്കിൽ ഒരു ആദർശത്തിനോ പങ്കുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികമുള്ളത് ബൈബിളിനാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന കാര്യം.